ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നൊരു യാത്രയിലാണ്. ഞങ്ങൾ അബുദാബി സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഈ പോകുന്നതിന്റെ വീഡിയോ നമ്മൾ വേറെ ഇടുന്നുണ്ട്. ഒരു അല്ലെ കല്യാണ പ്രിപ്പറേഷൻ എന്തിനാണ് പോണെന്നുള്ള നമ്മൾ വീഡിയോ വേറെ ഇടുന്നുണ്ട്. പക്ഷെ നമുക്ക് ക്യാരക്ടർ അനാലിസിസ് നമുക്ക് മുടക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇന്ന് വളരെ കഷ്ടപ്പെട്ട് കാറിന്റെ അകത്തിരുന്ന് ഇതുപോലെ ക്യാരക്ടർ അനാലിസിസ് ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സായി കുമാറാണ്. ലൂസിഫർ സിനിമയിൽ മഹേഷ് വർമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സായി കുമാർ. അപ്പൊ സായി കുമാറിനെ പറ്റി നമുക്കറിയാം. വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിൽ കയറിയ ആളാണ്. റാംജിറാവു സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ മുഖം, ഒരു ക്യാരക്ടർ നടനായിട്ടും അല്ലെ ക്യാരക്ടർ ആക്ടറായിട്ടും അങ്ങനെയൊക്കെ നമുക്ക് മലയാളികൾക്ക് സുപരിചിതമായ ഒരു മുഖം. അതാണ് സായി കുമാർ. അതെ, സായി കുമാർ എന്ന് പറയുമ്പോൾ ലൂസിഫറിൽ മഹേഷ് വർമ്മ. ലൂസിഫറിൽ നല്ല എക്സലന്റ് ആയിട്ട് ഒരു മഹേഷ് വർമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ സായി കുമാർ ചെയ്തിട്ടുണ്ട്. ആളുടെ പ്രതിഭ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി വില്ലനീസാത്ത ആള് നമുക്ക് പ്രൂവ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഇപ്പൊ വലിയേട്ടനിലാണെങ്കിലും ലാലേട്ടനോട് നിരവധി പടങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോ 6-ാം നമ്പറിലെ ലാലേട്ടന്റെ ഫ്രണ്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നരസിംഹം, താണ്ഡവം, ചതുരംഗം, അങ്ങനെ ഒരുപാട് സിനിമ വില്ലനായിട്ട്. മമ്മൂട്ടിയുടെ വില്ലനായിട്ട് വലിയേട്ടനില് നല്ല ക്ലാസ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ വില്ലനായിട്ട് ഭരതചന്ദ്രൻ IPS, അങ്ങനെ ഒരുപാട് പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവസാനമായിട്ട് ഈ പറയുന്ന ലൂസിഫറിൽ നല്ലൊരു രാഷ്ട്രീയക്കാരനായിട്ട് IUF-ന്റെ ഒരു നേതാവായിട്ട് നമ്മൾ ലാലേട്ടന്റെ പാർട്ടിയിലായിരുന്നു. പിന്നീട് മറ്റേ PK രാമദാസ് സാർ നാളെ മരിച്ചു കഴിയുമ്പോൾ ആ ഒരു സ്ഥാനത്തോട്ട് കയറി വരാൻ ആദ്യം പാർട്ടിക്കാരൊക്കെ നോമിനേറ്റ് ചെയ്ത ഒരാളായിരുന്നു. നിർഭാഗ്യവശാൽ ബോബി എന്ന് പറയുന്ന ആളുടെ പ്ലാനിൽ അതൊക്കെ മാറി തിരിഞ്ഞ് പിന്നെ ഒരു അന്തർധാരയിലൂടെ സ്റ്റീഫനെ ഒതുക്കാൻ ശ്രമിക്കുന്ന ഒരു വില്ലനിസവും നമുക്ക് ലൂസിഫറിൽ കാണാൻ സാധിക്കും. നമുക്ക് കയ്യിൽ ഹിറ്റ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയായിരുന്നു. ഒരു ട്രെയിന്, ഒരു തട്ട്, ഒരു മുട്ട്. അത് നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഐക്കോണിക് ഡയലോഗായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ആക്ടറായിട്ട് മാത്രമല്ല, ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ് ആയിട്ടും 1-2 പടങ്ങളിൽ സായി കുമാരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആഗതനിലെ സത്യരാജന് ഡബ് ചെയ്തതും അതുപോലെ തന്നെ തിലകത്തിലെ ത്യാഗരാജൻ മാസ്റ്റർ ഡബ് സൗണ്ട് കൊടുത്തതും ഈ പറയുന്ന സായി കുമാർ തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയാള ക്യാരക്ടർ ആർട്ടിസ്റ്റ് ശ്രേണിയിലെ മോഡേൺ ക്യാരക്ടർ ആർട്ടിസ്റ്റ് ശ്രേണിയിലെ ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത പേരിൽ ഒന്നാണ് സായി കുമാർ എന്നുള്ള പേര്. നമുക്ക് എടുത്തു പറയാനാണെങ്കിൽ സിദ്ദീഖ്, വിജയരാഘവൻ, സായി കുമാർ, ഇവരിൽ 3 പേരും ഒരു കോമഡി റോൾ കൊടുത്താലോ അല്ലെങ്കിൽ ഒരു സീരിയസ് റോൾ കൊടുത്താലോ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ റോൾ കൊടുത്താലോ ഇവർ 3 പേരും അനായാസമായി ചെയ്യുന്ന ആൾക്കാരാണ്. ഈ സായി കുമാർ എന്ന് പറയുമ്പോൾ സായി കുമാറിന്റെ പേര് മാത്രം പറഞ്ഞ് ഒഴിവാക്കാനുള്ളതല്ല ആ കുടുംബത്തിന്റെ മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവന. കാരണം മലയാള സിനിമയുടെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാൾ കൊട്ടാരക്കര ശ്രീധരൻ നായർ. ചെമ്മീൻ സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആർത്തി പണ്ടാരമായ പൈസക്ക് വേണ്ടി ആർത്തിയോടെ നടക്കുന്ന നമ്മളെ മുതലാളി ഷീലയുടെ അച്ഛൻ ക്യാരക്ടർ ചെയ്തത് കൊട്ടാരക്കര ശ്രീധരൻ നായരാണ്. പിന്നെ ഒഴിച്ചുകൂടാനാവാത്ത പേര് സായി കുമാറിന്റെ പെങ്ങള് ശോഭാ മോഹൻ. ഇപ്പൊ ലയൺ സിനിമയില് ദിലീപിന്റെ അമ്മയെ അഭിനയിച്ചിട്ടുണ്ട്. വെള്ളി നക്ഷത്രത്തില് കാർത്തികയുടെ, അതായത് പൃഥ്വിരാജിന്റെ അമ്മയെ അഭിനയിച്ചിട്ടുള്ളത് സായി കുമാറിന്റെ പെങ്ങളാണ് ശോഭാ മോഹൻ. പിന്നെ അവരുടെ തന്നെ മക്കളാണ് വിനു മോഹൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുലിമുരുകൻ മോഹൻലാൽ അങ്ങനെയൊക്കെ അഭിനയിച്ച നല്ലൊരു മലയാളത്തിൽ അനുമോഹനും അതുപോലെ തന്നെ സൈക്കിൾ എന്ന് പറഞ്ഞ ഫിലിമില് അനുമോഹനും അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ സായി കുമാർ എന്നുള്ള പേരിനോടൊപ്പം ചേർത്ത് വെക്കേണ്ട പേരുകളാണ്. പിന്നെ മറ്റൊരാളാണ് സായി കുമാറിന്റെ വൈഫ് ബിന്ദു പണിക്കരും. സായി കുമാർ ലൂസിഫർ എന്നുള്ള സിനിമയിൽ ചെയ്തത് ഏറ്റവും കുബുദ്ധിക്കാരനായ, രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ചാണക്യൻ എന്നൊക്കെ പേര് പറയാവുന്ന ഒരു ക്യാരക്ടറാണ്. അത് സിനിമയിൽ മുമ്പോട്ട് പോകുന്ന പല നീക്കങ്ങളും സായി കുമാറിന്റെ ഒരു കുബുദ്ധിയിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ സായി കുമാർ സൈഡാവുകയും മോഹൻലാൽ അതിന്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ശരിക്കും കേരള രാഷ്ട്രീയത്തിൽ എന്ന പോലെ ഒരു 2 പാർട്ടി തമ്മിലുള്ള അന്തർധാര, ഒരു നമുക്ക് വിശ്വാസ പ്രമാണങ്ങൾ നമുക്ക് എടുത്തു പരിശോധിച്ചാൽ 2 പോളാർ ഓപ്പോസിറ്റുകളായി നിൽക്കുന്ന 2 പാർട്ടിയുടെയും അന്തർധാര എത്രമാത്രം സജീവമായി നിൽക്കുന്നത് എന്നുള്ളത് കാണിക്കുന്നത് ആ ഒരു സായി കുമാർ ഒതുങ്ങിപ്പോകുമ്പോഴാണ്. ആ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇന്നും ഏതൊരു രാഷ്ട്രീയത്തെ നമ്മൾ എടുത്തു പരിശോധിച്ചാലും, ഏതൊരു രാജ്യത്തെ രാഷ്ട്രീയം എടുത്തു പരിശോധിച്ചാലും നമുക്കൊരു കണ്ണാടി പോലെ മുമ്പോട്ട് വെച്ചാൽ നമുക്ക് കാണാവുന്ന അതേ കാഴ്ചകളാണ് ലൂസിഫർ എന്നുള്ള സിനിമയിൽ കാണിച്ചു തരുന്നത്. ആ ഒരു നീക്കങ്ങൾ ഫലപ്രദമായി ഏറ്റവും വിശ്വാസപരമായി സായി കുമാർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു നടന്റെ കഴിവില്ലെങ്കിൽ ആ ഒരു പല നീക്കങ്ങളും, ആ സിനിമയിൽ കാണിക്കുന്ന പല നീക്കങ്ങളും ഒരു പാളിപ്പോകാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു അത്ര വിശ്വാസ്യതയോടെ കാണിച്ചാലേ ആ ഒരു നമുക്കും ആ ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നമുക്കും ആ ഒരു കഥയിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആ ഒരു പല നീക്കങ്ങളും സായി കുമാർ മനോഹരമായി തന്നെ കാണിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പല ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ പൃഥ്വിരാജ് പറഞ്ഞ പോലെ അത്രയ്ക്ക് ആവശ്യമായിരുന്നു ആ ഒരു നടൻ എന്നുള്ള രീതിയിൽ സായി കുമാർ അത്രയ്ക്ക് ആവശ്യമായിരുന്നു ക്യാരക്ടറിന് വേണ്ടി. അതുകൊണ്ട് തന്നെയായിരിക്കും പൃഥ്വിരാജ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. നിങ്ങളൊരു വീൽ ചെയറിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ എന്റെ മഹേഷ് വർമ്മ എന്നുള്ള ക്യാരക്ടർ വീൽ ചെയറിലാണ് ഉള്ളത്.
നിങ്ങൾ ഇനി അത്രയ്ക്കും കാലിന് വയ്യാതെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ മഹേഷ് വർമ്മ ആ കാലിന് വയ്യാത്ത രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുക. സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ മഹേഷ് വർമ്മ എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പൊ അത് പ്ലേ ചെയ്യാൻ സായികുമാർ എന്ന് പറയുന്ന നടനെ സാധിക്കും എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് പൃഥ്വിരാജ് അത്രയും സായികുമാറിന്റെ ഹെൽത്ത് ഇഷ്യൂ എന്തായാലും തന്നെയാണെങ്കിലും ആ ഒരു രീതിയിലോട്ട് ക്യാരക്ടറിനെ മാറ്റാൻ പൃഥ്വിരാജ് തയ്യാറായിരുന്നു. അത്രയും ആദ്യമേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിൽ കണ്ടു കണ്ടതാണ്. കാരണം പൃഥ്വിരാജ് എന്ന് പറയുന്ന എല്ലാ നടന്മാരും പറയുന്നുണ്ട് ക്രിസ്റ്റൽ ക്ലിയർ ആണ് ആ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഡയറക്ടർക്ക്. ഓരോ വിഷനും ക്യാമറയിൽ കാണുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മനസ്സിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൾ ഈ മഹേഷ് വർമ്മയ്ക്ക് സായികുമാറിനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ സായികുമാറിന്റെ രൂപമാണെങ്കിലും ആരോഗ്യസ്ഥിതി എന്ത് തന്നെയാണെങ്കിലും ആ രീതിയിലോട്ട് ക്യാരക്ടറിനെ മാറ്റാൻ പൃഥ്വിരാജ് തയ്യാറാണ്. കാരണം ആ ക്യാരക്ടർ ചെയ്യാൻ പിന്നെ ഒരാളില്ല എന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടൊരിതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൂസിഫർ എന്ന പോലെ തന്നെ എമ്പുരാനിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകം തീർച്ചയായിട്ടും സായികുമാറിന് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരെയും പോലെ കന്ന് ഫസ്റ്റ് ഡേ FDFS കാണാൻ തന്നെ എല്ലാവരും ഞങ്ങൾ എല്ലാവരും പോലെ ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.